ഫ്യൂച്ചർ ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു സീരീസ് തുടങ്ങിയിട്ട് നമ്മൾ ഇതിനു മുന്നേ 7 പിന്നെ സെഷനിലായിട്ട് ജനറലി നോളജ് ഫോർമേഷൻ, നോളജ് മോഡലിംഗ് തുടങ്ങിയ കുറെ ഇൻഫർമേഷൻ സയൻസ് പെർസ്പെക്റ്റീവിലുള്ള കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് പോയി നമ്മൾ മെറ്റാഡാറ്റയെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ മെറ്റാഡാറ്റയിൽ നമ്മൾ സിമാൻറ്റിക് വെബിലേക്കും ലിങ്ക്ഡ് ഓപ്പൺ ഡേറ്റയിലേക്ക് വന്നു. പിന്നെ നമ്മൾ വൈക്കി ഡാറ്റയിലേക്ക് അങ്ങനെ ഏതാണ്ടൊക്കെ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് മുതൽ ഒരു എക്സിസ്റ്റിംഗ് പ്രാക്ടിക്കൽ ആസ്പെക്ട് ആയ വൈക്കി ഡാറ്റ വരെയുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായി ചർച്ച ചെയ്ത സെഷനാണ്. ഇതിൽ ഒന്നും വളരെ ഇൻഡെപ്ത് ആയിട്ട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പുതിയ വലിയ ടെക്നോളജികളോ അല്ലെങ്കിൽ വലിയ ചലഞ്ചിങ് സാധനങ്ങളോ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. പകരം എല്ലാത്തിനും അവിടെ ഇവിടെയൊക്കെ തൊട്ടുപോയിട്ടേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ ഒരു നമ്മുടെ ഒരു മൊത്തം ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മൾ നോളജ് മാനേജ്മെന്റ്, നോളജ് ഇന്റഗ്രേഷൻ, നോളജ് പ്രിസർവേഷൻ തുടങ്ങിയ സാധനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ഓവർവ്യൂ മാത്രമാണ്. അപ്പം മുമ്പുള്ള എല്ലാ സെഷനുകളും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് തീമിനെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡെലിവർ ചെയ്തത്. അപ്പൊ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഈ ഒരു സാധനം ഒരു എപ്പിലോഗ് സെഷനാണ്. അത് ഞാൻ ആലാക്കാട്ടെ പ്രൊജക്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അതില് ഈ സ്ലൈഡുകൾ മുഴുവൻ പല അവസരങ്ങളിലായിട്ട് പലരും ചോദിച്ച ചോദ്യങ്ങൾ, പലരുടെയും റിക്വസ്റ്റുകൾ, പലരും സ്പെസിഫിക് യൂസ് കേസ് ഒക്കെ ചോദിച്ച സമയത്തൊക്കെയുള്ള മറുപടി, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ഉള്ള ഒരു കുറെ സ്ലൈഡുകളാണ്. അപ്പം കഴിഞ്ഞ സെഷൻ ഈ 8ാമത്തെ സെഷൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. നമ്മൾ 7ാമത്തെ സെഷന്റെ അവസാനം നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് നമ്മൾ കേവ് ഓഫ് പട്ടക്കാരയിലെ ഈ ഒരു ഹാൻഡ് സ്റ്റെൻസിലിൽ നിന്നാണ്. അപ്പോൾ അതൊരു നമ്മൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു നോളജിന്റെ ഏതെങ്കിലും ഒരു അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നതും പിന്നെ നമുക്ക് ഒരുപാട് മുന്നേ ജീവിച്ചിരുന്ന ഏതാണ്ട് 40,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ എന്തോ ഒരു ഇൻഫർമേഷൻ പ്രിസർവ് ചെയ്തതിന്റെ ഒരു ബാക്കി നമുക്ക് കിട്ടുന്ന ഒരു ആസ്പെക്ട് ഈ 2 ഹാൻഡ് പ്രിന്റ്സ് മാത്രമാണെന്നുള്ളത്. അപ്പം മനുഷ്യന്മാരെ നോളജ് പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ ആർക്കൈവ് ചെയ്യുക തുടങ്ങിയ പർപ്പസ് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ട് ഒരുപാട് കാലമായി എന്നുള്ളതിന്റെ പ്രൂഫ് കൂടിയാണ് ഈ ഹാൻഡ് പ്രിന്റ്സ്. ഇതിനൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മ്യൂസിയംസ്, ലൈബ്രറീസ്, ആർക്കൈവ്സ് ഈ തരം സ്ഥാപനങ്ങളെ മുഴുവൻ മെമ്മറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഇപ്പൊ ശരിക്കും ഒഫീഷ്യലി വിളിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ മെമ്മറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നതിന് പേര് കൊടുക്കാത്തതിന്റെ കാരണം നമ്മൾ മനുഷ്യരാശി അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ഒരു മൊത്തം ഒരു കമ്മ്യൂണിറ്റി ഏതൊക്കെയോ രീതിയിൽ നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മുടെ നോളജ് പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻസിൽ കൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൂടെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ടെക്നോളജികൾ മാറി. ഇപ്പൊ നമ്മൾ ഈ 40,000 കൊല്ലം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ അവരുപയോഗിച്ചിരുന്ന അവർക്ക് സാധ്യമായ ടെക്നോളജികൾ ഒരു ഗുഹേന്റെ ചോരും, ചിലപ്പോൾ അവർ വേട്ടയാടിയ വല്ല മൃഗത്തിന്റെ കളറോ ചോരയോ കളറോ മണ്ണോ ഒക്കെ ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളിപ്പം കുറച്ചുകൂടി വളരെ വ്യത്യസ്തമായ തലത്തിലിരുന്നിട്ടാണ് ഇതേപോലെ നോളജ് പ്രിസർവ് ചെയ്യാൻ നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ 20-25 വർഷം കൊണ്ട് തന്നെ ലൈബ്രറികൾ, ആർക്കൈവുകൾ തുടങ്ങിയ മുഴുവൻ മെമ്മറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സീരീസിലും ഏതാണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ മെമ്മറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 40,000 വർഷം മുമ്പുള്ള മനുഷ്യന് ലഭ്യമായ ടൂളുകളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഡിഫറെന്റ് ആയ മീഡിയമാണ്. ഉദാഹരണമായി ഡിജിറ്റൽ മീഡിയം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിസർവേഷൻ മെക്കാനിസംസ്, ഡിജിറ്റൽ പ്രിസർവേഷൻ, ഡിജിറ്റൽ ക്യൂറേഷൻ, അങ്ങനെ നമ്മൾ ഈ ഡാറ്റ ആയിട്ടും നോളജ് ആയിട്ടും കവർ ചെയ്യുന്ന എല്ലാ സാധനത്തിനും ഒരു ഡിജിറ്റൽ ആസ്പെക്ട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ സീരീസിൽ നമ്മൾ ഈ മെറ്റാഡാറ്റ തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ ഡിജിറ്റൽ ആസ്പെക്റ്റുകൾ ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായ ടൂളുകൾ ഈ ടൂളുകളൊക്കെയാണ് ഈ
ടൂളുകൾ എങ്ങനെ നമ്മൾ നമ്മുടെ പർപ്പസിന് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ട്യൂക്ക് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു, മോൾഡ് ചെയ്യുന്നു തുടങ്ങിയ ആസ്പെക്ട്സ് ആണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ്. ഇത് 35,600 years ago വരച്ച അൾട്ടാമിര കേവ്, സ്പെയിനിലുള്ള ഒരു പെയിന്റിംഗ് ആണ്. അപ്പം ഇതൊരു ബൈസൺ ഹൗസസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ നിന്ന് സെക്കൻഡ് പിക്ചറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചോർച്ചിത്രത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു അത് കൺവേ ചെയ്യുന്ന ഇൻഫർമേഷന്റെ അളവ് ഇങ്ങനെ കൂടി വരുന്നേ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി പഴയ അബ്സ്ട്രാക്ട് കൺസെപ്റ്റിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റെപ്രസെന്റേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ കുറച്ചുകൂടി ചില ഇൻഫർമേഷൻ ചിലപ്പം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ആദ്യത്തിൽ നിന്ന് നമുക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നതിലപ്പുറം നമുക്കിപ്പോ ഒന്നും നമ്മളെ സംബന്ധിച്ച് ഡീകോഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാസ് ചെയ്ത് കിട്ടുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഈ രണ്ടാമത്തെ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഇത് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നോ, അല്ലെങ്കിൽ എന്താണ് ഈ അബ്സ്ട്രാക്ഷനകത്തുള്ളത്. അപ്പം കുറച്ചുകൂടി കാലം കഴിയും തോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇൻഫർമേഷൻ പ്രിസർവ് ചെയ്യുകയും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ, രീതികളിലും നിരന്തരമായ മാറ്റം വരും എന്നുള്ളതാണ്. അതിന്റെ ഒരു 2-3 വ്യത്യസ്തമായ യൂസ് കേസസ് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തത്. അതായത് വളരെ ഫാസ്റ്റ് എന്നുള്ള പൊട്ടക്കാരിലെ ഹാൻഡ് സ്റ്റെൻസിൽ മുതൽ നമ്മൾ സ്പേസിലേക്ക് ഇൻഫർമേഷൻ അയക്കാൻ നോക്കിയത് മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഓങ്കലോ അറ്റോമിക് റെപ്പോസിറ്ററിക്കകത്തേക്ക് പോകുന്ന മനുഷ്യന്മാര്, അല്ലെങ്കിൽ ആരെ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഇതൊരു അപകടകരമായ സ്ഥലമെന്ന് മനസ്സിലാക്കപ്പെട്ട് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിപ്പോ തന്നെ ഈ 3 പ്രശ്നങ്ങളെയും പിന്നെ ഫേസ് ചെയ്യുന്നു, ഈ 3 പ്രശ്നങ്ങളും കാണുന്നു, ഈ 3 ഇൻഫർമേഷൻ മോഡലിംഗ് പ്രോബ്ലംസും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് മുന്നത്തെ ഒരു സെഷനിൽ ചർച്ച ചെയ്ത മാതിരി നമ്മൾ ഒരു ആക്ച്വൽ ഇവന്റിനെ അല്ലെങ്കിൽ ഇവന്റുമായി ബന്ധപ്പെട്ട നോളജിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം ഇതും രണ്ടും ഒരു ഹാൻഡ് പ്രിന്റ് തന്നെയാണ്. ഇത് നമ്മൾ ഈ ഒരു കോംപ്ലക്സ് മോഡലിന്റെ എക്സാമ്പിൾ നോക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ഹാൻഡ് പ്രിന്റ്സ് എന്ന് പറയുന്ന അബ്സ്ട്രാക്ഷൻ അപ്പുറത്തേക്ക് നമുക്ക് പ്രാക്ടിക്കലി ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആസ്പെക്ട് കൂടി ഉണ്ട്. ഉദാഹരണമായി ഇതിനകത്ത് ടൈം ഒരു എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി പറഞ്ഞാൽ അതിനൊരു കൃത്യമായ ഒരു ടെമ്പോറൽ ഒരു സ്പാൻ ഉണ്ട്, കുറെ ടെമ്പോറൽ ഇൻഫർമേഷൻ ഉണ്ട്. 1600 തൊട്ട് ഇങ്ങോട്ടുള്ള ടെമ്പോറൽ ഇൻഫർമേഷൻ ഉണ്ട്. അതിലപ്പുറത്തേക്ക് അതിനൊരു സ്പേഷ്യൽ ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായി എന്തുകൊണ്ടും ഈ 2 വാരിയേഴ്സും ഈ സ്പെസിഫിക് ഐലൻഡ് പിക്ക് ചെയ്തു ഫൈറ്റ് ചെയ്യാൻ എന്നുള്ളത് വളരെ വാലിഡ് ആണ്. 2 മേജർ ഐലൻഡുകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, മേജർ റീജിയൻ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഓഷൻ സ്ട്രേറ്റിന്റെ നടുക്കുള്ള ഐലൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ആസ്പെക്ട് നോക്കുന്ന സമയത്ത് അതിന് കുറച്ച് സ്പേഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇനി ഇതിനകത്ത് കുറെ മിത്തിക്കൽ ഇൻഫർമേഷൻ ആയിരിക്കും. അതിലപ്പുറം നമ്മൾ വളരെ മോഡേൺ ടൈംസിലേക്ക് വരുന്ന സമയത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു പുതിയ കോമ്പറ്റീഷനും അതുമായി ബന്ധപ്പെട്ട് 2 പ്ലേയേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പം ഇത്തരം കോംപ്ലക്സ് ആയ മോഡലുകൾ ഡാറ്റയിൽ മോഡൽ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നു ഇത്രയും കാലം. ഇപ്പോഴും ചലഞ്ചാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനകത്തുള്ള അബ്സ്ട്രാക്ഷൻസ് എന്തെങ്കിലും വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഉദാഹരണമായി ഒരു വലിയൊരു പിന്നെ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു മഹാവ്യാധി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കുറച്ച് ഡാറ്റയൊക്കെയാണ് നമ്മൾ പ്രിസർവ് ചെയ്തത് ഷോക്കേസ് ചെയ്യുകയോ എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കണ്ട 2 മ്യൂറൽസിലും അതാണ് സംഭവിച്ചത്. ഒരു വലിയ നോളജ് മോഡൽ, നോളജ് പീസിന് വളരെ സിമ്പിളായ ഒരു റെപ്രസെന്റേഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അപ്പൊ നമ്മൾ നമ്മുടെ എല്ലാ ഡാറ്റ കളക്ഷനും ഡാറ്റ ക്യൂറേഷനും അല്ലെങ്കിൽ പ്രിസർവേഷൻ മെക്കാനിസം ഒക്കെ ഈ അബ്സ്ട്രാക്ഷനിലാണ് കുടുങ്ങി കിടക്കുന്നത്. ഇപ്പൊ ഞാൻ ഏതാണ്ട് 7-8 സ്ലൈഡുകൾ കൊണ്ട് നരേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോ ഈ ഒരു അബ്സ്ട്രാക്ഷനെ സമ്മറൈസ് ചെയ്യുന്നത്. ആ ഹോൾ സ്റ്റോറി അറിയാത്ത അല്ലെങ്കിൽ കാണാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അബ്സ്ട്രാക്ഷൻ ഇപ്പോഴും വലിയ വാല്യൂ ഒന്നുമില്ല.
അതിന്റെ കൂടെയാണ് നമ്മൾ ഇതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാപ്പ് ചെയ്യുന്നത്. ഉദാഹരണമായി ഈ ഇൻസിഡന്റ് നടക്കുന്ന വളരെ സ്പെസിഫിക് ആയ ഒരു ഐലൻഡിലാണ്. ആ ഐലൻഡിൽ പിന്നെ ഈ ഫൈറ്റിൽ ഇൻവോൾവ് ചെയ്ത രണ്ട് ആൾക്കാർ ആരൊക്കെയാണ്, അവരും അവരുടെ ഓരോ കൺസെപ്റ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. അങ്ങനെ ഈ കൺസെപ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കണക്ട് ആവുന്നു എന്നുള്ള കോംപ്ലക്സ് റിലേഷൻഷിപ്പ് മാപ്പ് ചെയ്യുമ്പോഴും അതിനെ കാലഘട്ടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഡാറ്റ മോഡൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ട് ഇത് മോഡൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഡാറ്റ മോഡലിംഗ് ഒരു വലിയ ചലഞ്ച് ആവുന്നത് ഇപ്പൊ തൊട്ടല്ല, ഇതിന് പിന്നെ വളരെ മുന്നേ തന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയ മാതിരി ഈ ഡാറ്റ മോഡൽ ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഒരുപക്ഷെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ആദ്യത്തെ ലൈബ്രറിയിൽ തന്നെയായിരിക്കും. അപ്പൊ ഈ ലൈബ്രറി അല്ലെങ്കിൽ ഈ ഒരു ലൈബ്രറി പണ്ടത്തെ ലൈബ്രറി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മെമ്മറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം പുസ്തകം മാത്രമായിരുന്നു ഞാൻ സൂചിപ്പിച്ച മാതിരി അവര് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ ഒബ്ജക്ട്സും ആർട്ടിഫാക്ട്സും ജീവനുള്ള പക്ഷികളും ജീവികളും ഒക്കെ അക്കാലത്തുള്ള പല ലൈബ്രറിയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൈൻഡ് ഓഫ് മെമ്മറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു നോളജ് പ്രിസർവേഷൻ സിസ്റ്റം ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആദ്യകാലത്തുള്ള ലൈബ്രറികളെ കൺസിഡർ ചെയ്യാം. അതിലെ പിനാക്കസ് ആയിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന ലൈബ്രറിയിലുള്ള പിന്നെ സകലമാന ആർട്ടിഫാക്ട്സിനെയും അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു സീരിയസ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളിമഞ്ചസ് ആണ് അത് പിന്നെ ക്രിയേറ്റ് ചെയ്തത്. ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയിലെ ഒരു മെറ്റാഡാറ്റ റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് മെറ്റാഡാറ്റ റെക്കോർഡായിട്ട് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. ഇതിനു മുന്നേ ആരും അത്തരം മോഡലിംഗ് എഫേർട്ടുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതിനാണ് നമുക്ക് ഇതൊരു ഫസ്റ്റ് മെറ്റാഡാറ്റ പിന്നെ മെറ്റാഡാറ്റ ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ മെറ്റാഡാറ്റ റെക്കോർഡായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പം മോഡേൺ ലൈബ്രറി സയൻസിൽ നിന്നിട്ട് ഇത് ചിന്തിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ അന്ന് ഫസ്റ്റ് ടൈം കളിമഞ്ചസ് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു അന്ന് പുസ്തകം മാത്രമല്ല, സ്ക്രോൾസ്, ടാബ്ലറ്റ്സ്, പിന്നെ പല ഒബ്ജക്ട്സ് അവിടെ നിന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ, അങ്ങനെ വളരെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അദ്ദേഹം അന്ന് പിന്നെ ഒരു റെക്കോർഡിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു മോഡലിംഗ് എഫേർട്ടാണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമായിട്ട് അത് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ മോഡൽ ചെയ്യുക അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ കോംപ്ലക്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ പിനാക്കസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എല്ലാ കാലത്തും ഈ നോളജ് മോഡലിംഗിൽ അല്ലെങ്കിൽ മെറ്റാഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിന് ഫസ്റ്റ് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നത് 1876 ഡുയി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡുയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ TDC എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി. അപ്പം ഒരുപാട് ലൈബ്രറീസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് DDC. അപ്പം DDCന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വീണ്ടും വളരെ പ്രിസൈസ്ഡ് ആയിട്ട് സബ്ജക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ ഇപ്പോഴും പറ്റും എന്നുള്ളതാണ്. DDCക്ക് പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് വേറൊരുപാട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വളരെ പവർഫുൾ ആയ ഒരു ക്ലാസിഫിക്കേഷൻ സ്കീമാണ് DDC എന്ന് പറയുന്നത്. അപ്പോൾ കളിമഞ്ചസിൽ നിന്ന് DDCയിലേക്ക് വരുമ്പോൾ ഡുയെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, മനസ്സിലാക്കി ഈ ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. കാരണം നമ്മൾ വെറും പുസ്തകങ്ങൾ മാത്രം എന്നുള്ളൊരു സ്പെസിഫിക് പോയിന്റിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ക്ലാസിഫിക്കേഷൻ എളുപ്പമായി, അല്ലെങ്കിൽ ലൈബ്രറി മെറ്റീരിയൽസ് മാത്രമാണ് DDCന്റെ ഒരു സ്കോപ്പിൽ വരുന്നത്. അപ്പം ഡ്യൂയി ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ പിനാക്കിസ് ഉണ്ടാക്കുന്ന സമയത്തുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയ ഒരു മോഡലിങ്ങിനാണ് പിനാക്കിസ് അറ്റൻഡ് ചെയ്തത്. കുറച്ചുകൂടി സിംപ്ലിഫൈഡ് മോഡലിങ്ങിനാണ് ഡ്യൂയി ശ്രമിച്ചത്. ഇനി DDC ക്ലാസിഫിക്കേഷൻ സ്കീമൊക്കെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ആണെങ്കിൽ ഈ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളത് വലിയ ഒരു ചലഞ്ച് തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ ലൈബ്രറികളിലേക്ക് വരികയും ലൈബ്രറികൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് 1960 മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹെൻറി ടേവർ. അത് US ലൈബ്രറി ഓഫ് കോൺഗ്രസിലെ റെക്കോർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടതാണ് പ്രധാനമായിട്ട് മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കിന് മുമ്പ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ച ലൈബ്രറി കാർഡുകളിൽ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ
ഇപ്പൊ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ഒരു കളക്ഷൻ ഓഫ് ലൈബ്രറീസ് ആണ്, ഒരു ലൈബ്രറി ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിനകത്തുള്ളൊരു സബ്സിഡറി ലൈബ്രറി, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ലൈബ്രറി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഓരോ കുട്ടി ലൈബ്രറി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ക്ലാസിഫൈ ചെയ്ത ഒരു പുസ്തകത്തിന്റെ അതേ കോപ്പി ഒരു ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ ഒന്നാമതേ ഇരുന്നിട്ട് അത് ക്ലാസിഫൈ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ മെറ്റാഡാറ്റ റെക്കോർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ കളക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പുസ്തകം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം അത്തരം മെറ്റാഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഈ പെട്ടി പോയി കാർഡ് പകർത്തി എഴുതുകയോ പുതുതായിട്ട് ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് പകരം ഡിജിറ്റൽ ഒബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി മെഷീൻ റീഡബിൾ കാറ്റലോഗ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു അറ്റംപ്റ്റ് ആണ് അവരും ചെയ്തത്. ഈ മാർക്കിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. പിന്നെ മാർക്ക് 1960 സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഇന്നും അറ്റ് മൊമെന്റ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ലൈബ്രറിയൻസ് ഏറ്റവും കൂടുതൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ ഒരെണ്ണമാണ് മാർക്ക്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. മാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ലൈബ്രറിയൻസ് 1970 Z3950 എന്നൊരു പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Z3950 പ്രത്യേകത ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ പ്രോട്ടോകോളാണ്. അത് ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മൾ HTTPക്കും വെബിനും ഒക്കെ വളരെ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോട്ടോകോൾ എന്ന നിലയ്ക്ക് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോഴും ഒരുപാട് ലൈബ്രറി സോഫ്റ്റ്വെയർസ് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് Z3950 പ്രോട്ടോകോളാണ്. ലൈബ്രറി മെറ്റാഡാറ്റ കളക്ഷൻ ഫെച്ച് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഒരുപാട് മോഡേൺ ആയിട്ടുള്ള പല ലൈബ്രറി സോഫ്റ്റ്വെയറുകൾ പോലും അല്ലെങ്കിൽ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റംസ് പോലും അതിന്റെ ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോട്ടോകോൾ Z3950 ആണ്. ഇതിന് വളരെ രസകരമായ ഒരു ആസ്പെക്ട് കൂടിയുണ്ട്. ഉദാഹരണമായി നമ്മൾ ഈ വെബൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചും വെബ് വഴിയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ അതിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ ലൈബ്രറിയൻസ് അവരുടെ നെറ്റ്വർക്ക് വഴി ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു സിമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിനും കോൺട്രിബ്യൂഷൻ വരുന്നത് ലൈബ്രറിയിലാണ്. അപ്പോൾ ഇത് എംഫസൈസ് ചെയ്ത് നോളജ് മോഡലിംഗിൽ എപ്പോഴും ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറിയൻസിനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മൾ അറിയാത്ത ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ലൈബ്രറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇൻഫർമേഷൻ മോഡലിംഗിലും നോളജ് മോഡലിംഗിലും നമ്മൾ ഈ കാണുന്ന പല മോഡേൺ ടെക്നോളജികളുടെയും ഇൻസ്പിറേഷനും സോഴ്സും ഒക്കെ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 1989 ടിം ബെർണേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തു. അപ്പം ഇതില് ഏതോ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. വെബും ഇന്റർനെറ്റ് രണ്ട് കൺസെപ്റ്റ് ആണ്. വെബ് എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അപ്പം ആ ഒരു ഹോൾ സിസ്റ്റം 1989 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വേൾഡ് വൈഡ് വെബിന് മുമ്പും നമ്മൾ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് വെബിന് ശേഷം അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് പ്രപ്പോസ് ചെയ്തത് തന്നെ ഹൈലി ഒരു സ്കെയിലബിൾ മോഡുലാർ വേയിൽ എങ്ങനെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാം തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ആക്ച്വലി ടിം ബെർണേഴ്സ്-ലീ ഒറിജിനലി വരച്ച ഡയഗ്രാണ്. ഇതിപ്പോഴും W3C വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യത്തിന്റെ പോർട്ടലിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേജിലുണ്ട്. അപ്പം ഇതിലും സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലൗഡ്, ഫസ്റ്റ് ക്ലൗഡ് ഉണ്ട്. ഇത് ഈ ഡയഗ്രാം ഇതുവരെ മോഡിഫൈ ചെയ്തിട്ടില്ല. 30 വർഷത്തോളം പഴക്കമുള്ള ഡയഗ്രാമാണ്. ഇതിനകത്ത് പുതുതായി ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, സെയിം ഡയഗ്രാമാണ്. അപ്പൊ അതില് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു പീസ് ഉണ്ട്. നമ്മൾ ഇപ്പം വളരെ റെവല്യൂഷണറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലിങ്ക് ഡാറ്റ തുടങ്ങിയ കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ സിമാൻറ്റിക് വെബ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരുപാട് കമ്മ്യൂണിറ്റീസിന് ഇപ്പോഴും പുതിയ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും ശരിക്കുള്ള വെബ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഫർമേഷൻ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അത് ഹൈപ്പർ ലിങ്ക് മാത്രമല്ല, ഇൻഫർമേഷൻ ആയിട്ട് തന്നെ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ
രണ്ടാമത്തെ ഒരു വലിയ ഈ പെർസ്പെക്റ്റീവ് ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പ്രൊവനൻസിന് ലോഞ്ചിവിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്, എസ്പെഷ്യലി പ്രൊവനൻസ്. ഉദാഹരണമായി നമ്മൾ ഇതിന്റെ സെൻട്രൽ പീസിൽ ദിസ് സ്പെസിഫിക് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അത് ആര് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ടിം ബെർണേഴ്സ്-ലീ റോട്ട് ദിസ് ഡോക്യുമെന്റ് എന്നുള്ള സാധനം വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം പ്രൊവനൻസ് മോഡലുകളുടെ ഒരു അഭാവമാണ് ഇപ്പൊ നമ്മൾ പലപ്പോഴും വെബിൽ ഫേസ് ചെയ്യുന്ന വേറൊരു ചാലഞ്ച്. അപ്പൊ ഇതൊക്കെ ഇനിഷ്യലി തന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇതൊക്കെ കൃത്യമായി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഡിസൈനിന്റെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ശരിക്കും വെബ് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും കൺസ്യൂം ചെയ്യോ പിന്നെ ഇത്രയും വലിയൊരു പ്രസ്ഥാനമാവുമെന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ബേസിക്കലി ഇതിനകത്തുള്ള കൊളാബറേറ്റേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് സേണും കൊളാബറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആ കാലത്ത് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ 30 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഡയഗ്രം നോക്കുന്ന സമയത്ത് പല മോഡേൺ വെബ് ടെക്നോളജി കൺസെപ്റ്റുകളും ഈ പറയുന്ന ഡയഗ്രത്തിനകത്ത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി കുറച്ചുകൂടി നമ്മൾ വെബിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന ഡാറ്റ എക്സ്ചേഞ്ച് വലിയ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പം ഡിജിറ്റൽ റെപ്പോസിറ്ററിയിലൊക്കെ ചെയ്തിരുന്നതെന്ന് പറയുന്നത് മെറ്റ്സ് എന്ന് പറയുന്ന പുതിയ ഒരു പിന്നെ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. അത് മെറ്റാഡാറ്റ എൻകോഡിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ സ്റ്റാൻഡേർഡാണ് മെറ്റ്സ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഒരു ഡിജിറ്റൽ ആർക്കൈവ്സ്, ഡിജിറ്റൽ ലൈബ്രറീസും ഒക്കെ കണ്ടന്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മെറ്റ്സ് വഴിയാണ്. മെറ്റ്സ് ശരിക്കും ഒരു പാക്കേജ് ആണ്. മെറ്റ്സ് പിന്നെ ഫയൽ സ്ട്രക്ചറിനപ്പുറം അതൊരു പാക്കേജ് ആണ്. ഒരു XML ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് സെക്ഷൻസ് ഉള്ള ഒരു പാക്കേജ് ആണ്. മെറ്റ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിന്റെ ഓരോ പേജുകളും ലൈനുകൾ വരെ വളരെ കൃത്യമായി മെറ്റ്സിനകത്ത് നമുക്ക് എൻകോഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണയായിട്ട് സ്കാൻ ചെയ്ത പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ റെപ്പോസിറ്ററി കീപ്പ് ചെയ്യുന്ന പല പുസ്തകങ്ങളും ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് മെറ്റ്സ് പിന്നെ പ്രപ്പോസ് ചെയ്തത്. ഒരു എക്സാമ്പിളിന് ഹാത്തി ട്രസ്റ്റ് ആണ് ഗൂഗിൾ ബുക്സിൽ പലതും സ്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹാത്തി ട്രസ്റ്റ് ചെയ്യുന്ന ഗൂഗിൾ ബുക്സിലേക്ക് അല്ലെങ്കിൽ ഹാത്തി ട്രസ്റ്റ് പ്രിസർവ് ചെയ്യുന്നതൊക്കെ മെറ്റ്സ് സ്റ്റാൻഡേർഡിലാണ്. ഒരു ഡി സ്പേസ് മാതിരിയുള്ള റെപ്പോസിറ്ററീസ് ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് ഒക്കെ മെറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മെറ്റ്സ് ഒരു അറ്റംപ്റ്റ് ആയിരുന്നു പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെറ്റ്സ് ബേസിക്കലി ചെയ്തത് ഒരു XML സ്കീമ ഡെഫിനിഷനകത്ത് ഓരോ പേജുകളുടെ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിന്റെ റിലേഷൻഷിപ്പ് കളക്ഷൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു പാക്കേജ് ഡിഫൈൻ ചെയ്ത് വെക്കും. അപ്പൊ മെറ്റ്സ് എൻകോഡ് ചെയ്ത XML ഫയലിനെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു കാറ്റലോഗ് കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഓരോ ഇമേജ് ഏത് പേജ് ആണ്, എന്ത് ചെയ്യുന്നു തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള സാധനം. പക്ഷെ മെറ്റ്സ് വളരെ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസും പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. മെറ്റ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെറ്റ്സ് ഒരു സ്പെസിഫിക് ബിബ്ലിയോഗ്രാഫിക് മെറ്റാഡാറ്റ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരുന്നില്ല. മെറ്റ്സിനകത്ത് വേണമെങ്കിൽ നമുക്ക് മാർക്കിലോ ഡബിളിംഗ് കോറിലോ എന്ത് വേണമെങ്കിലും മെറ്റാഡാറ്റ ബിബ്ലിയോഗ്രാഫിക് മെറ്റാഡാറ്റ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മെറ്റ്സ് പോപ്പുലർ ആവാനുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് മെറ്റാഡാറ്റകൾ, ഉദാഹരണം ഇമേജ് ആണെങ്കിൽ എക്സിഫ് മെറ്റാഡാറ്റ സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയ്ക്ക് പിന്നെ മറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡൊമൈൻസിന് പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ മെറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു XML ബേസ്ഡ് കണ്ടെയ്നർ ഒക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ OAPM അല്ലെങ്കിൽ ഓപ്പൺ ആർക്കൈവ് ഇനിഷ്യേറ്റീവ് പിന്നെ പ്രോട്ടോകോൾ ഫോർ മെറ്റാഡാറ്റ ഹാർവെസ്റ്റിംഗ് OAPMH എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. OAPMH ഇതിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു പ്രോട്ടോകോൾ ആണ്. ഉദാഹരണമായിട്ട് ഡിജിറ്റൽ റെപ്പോസിറ്ററീസ് മുഴുവൻ പിന്നെ ആർട്ടിഫാക്ട്സ് ഇപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യുന്നത് മെറ്റാഡാറ്റ ഹാർവെസ്റ്റ് ചെയ്യുന്നതൊക്കെ OAPMH വഴിയാണ്. OAE ഹാർവെസ്റ്റർ ആണ് പ്രധാനമായിട്ട് ഈ കളക്ഷൻ ഒക്കെ മുഴുവൻ ഫെച്ച് ചെയ്ത് ഒരു സ്ഥലത്ത് പിന്നെ ഹാർവെസ്റ്റ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിൾ യൂസ് കേസിൽ ഒരെണ്ണം ഗൂഗിൾ സ്കോളർ ഒക്കെ തുടക്കകാലത്ത് ഇൻഡെക്സ് ചെയ്തിരുന്നത്
OAPM ഉപയോഗിച്ചിട്ടുണ്ട്. OAPM സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലൈബ്രറി സിസ്റ്റംസും പിന്നെ ഇന്റഗ്രേഷൻ ടൂളുകളും ഒക്കെ ഉണ്ട്. OAPM ചെയ്യുന്ന ഡിഫറെന്റ് ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ള മെറ്റാഡാറ്റ വേണമെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു സിമ്പിൾ യൂസ് കേസ് ആണ് ഗൂഗിൾ സ്കോളർ മാതിരിയുള്ള സെർച്ച് ഇൻഡെക്സിംഗ് സിസ്റ്റംസ്. അതിന് എക്സാമ്പിൾ ഡിസ്പേസ് മാതിരിയുള്ള റെപ്പോസിറ്ററീസ് ആണ്. ഡിസ്പേസ് ആണ് ഏറ്റവും കൂടുതൽ OAPM വെച്ച് പിന്നെ പോപ്പുലർ ആക്കിയ ഒരു റെപ്പോസിറ്ററി സിസ്റ്റം. ഇതൊക്കെ റീസെന്റ് അറ്റംപ്റ്റ്സ് ആണ്. സുഗമത്ത എന്റെ പ്രൊഫസറാണ്, അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കോട്ടാണ്. അത് 2014 ഒരു കമന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ പേപ്പർ പ്രപ്പോസ് ചെയ്തത് ഡിജിറ്റൽ ആർക്കൈവ്സ് ലിങ്കബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓപ്പൺ ലിങ്കബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ആർക്കൈവ് ചെയ്ത കണ്ടന്റ് ലിങ്കബിൾ ആയാൽ മാത്രമേ അതിന് യൂസബിലിറ്റി ഉള്ളൂ എന്നുള്ളതാണ് ഒരു ചലഞ്ച്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, ലിങ്ക് ചെയ്യാനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ OAPM വെച്ച് മെറ്റ്സിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചലഞ്ച് അപ്പോഴും എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ലിങ്കബിൾ ആയാൽ മാത്രമേ ഈ പറയുന്ന റെപ്പോസിറ്ററീസിന് കൂടുതൽ യൂസ് കേസസും അതുപോലെ കൂടുതൽ വൈഡായിട്ട് നമുക്ക് ഈ നോളജിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ് ടു ദാറ്റ് പോയിന്റ് ഇതിന് ശേഷം ഹാർവെസ്റ്റിംഗ് മാത്രം പോരെ, നമുക്ക് ലിങ്കിങ് കൂടി വേണം എന്നുള്ളൊരു പോളിസിയിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്യുമെന്ന് വെച്ചാൽ മെറ്റാഡാറ്റ എന്ന് പറയുന്ന മെക്കാനിസം മാത്രമേ സോഫാർ നമുക്കുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ പറയുന്ന റിസോഴ്സസിനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പം നമുക്കൊരു ഐറ്റം ഉണ്ട്, ഐറ്റത്തിന്റെ ഒരു മെറ്റാഡാറ്റ റെക്കോർഡ് ഉണ്ട്. അതിനെ നമ്മുടെ ഒരു പാക്കേജിംഗ് സിസ്റ്റം വഴി മെറ്റ്സിലൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാം, OAPM വെച്ച് വഴി എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് IIIF മാതിരിയുള്ള മെക്കാനിസംസ് ഉപയോഗിക്കാം. IIIFലേക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിരിച്ചു പോവാം, വിശദമായിട്ടൊന്നും ചർച്ച ചെയ്യാം. പക്ഷെ സെയിം ടൈപ്പ് മെറ്റാഡാറ്റ പല പർപ്പസിനും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു ആസ്പെക്ട്. ഇതൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ്. ഇപ്പൊ ഡിജിറ്റൽ റെപ്പോസിറ്ററിയിലും ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയറിലും വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതിന് എങ്ങനെ ലിങ്ക് കൂടി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് DPL. DPL ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി ഓഫ് അമേരിക്കയാണ്. US എല്ലാ പ്രധാനപ്പെട്ട ഡിജിറ്റൽ ആർക്കൈവ്സും കളക്ട് ചെയ്യുകയും ലിങ്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ്സ് ഒക്കെ ലിങ്ക്ഡ് ആണ് എൻറ്റയർലി അങ്ങോട്ടും ഇങ്ങോട്ടും. DPLക്കകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡിജിറ്റൽ ലൈബ്രറിക്കകത്തുള്ള കളക്ഷൻസ് സെർച്ച് ചെയ്യും, ലൈസൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്ത് മാനേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഡാറ്റ മോഡലാണ് DPL. ഡാറ്റ മോഡൽ ഡിഫൈൻ ചെയ്യും, അതിനകത്ത് ആണ് ഈ ലൈബ്രറീസ് കൊളാബറേറ്റ് ചെയ്യുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മെറ്റാഡാറ്റ ഹാർവെസ്റ്റ് ചെയ്യുന്ന മെറ്റാഡാറ്റ ലിങ്ക് ചെയ്യുകയും ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പുതിയ ഒരു അറ്റംപ്റ്റിലേക്ക് നമ്മൾ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് അല്ലെങ്കിൽ Z3950 ഒക്കെ ചെയ്യുന്ന മാതിരി വെറും ഡാറ്റ എക്സ്ചേഞ്ചിന് പകരം നമ്മൾ കുറച്ചുകൂടി വലിയ പിന്നെ പെർസ്പെക്റ്റീവ്സ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നുള്ളൂ. യൂറോപ്യാന അതുപോലെ തന്നെ സിമിലർ യൂറോപ്യൻ യൂണിയന്റെ അറ്റംപ്റ്റ് ആണ്. യൂറോപ്പിലുള്ള എല്ലാ ഫേമസ് അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റൽ ലൈബ്രറീസും ഓപ്പൺ ലൈസൻസിൽ പലതും പബ്ലിക് ഡൊമൈനിലും ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. മുഴുവൻ മെറ്റാഡാറ്റ വഴിയാണ്. യൂറോപ്യൻ ഡാറ്റ മോഡലും വളരെ നല്ല ഡാറ്റ മോഡലാണ്. പിന്നെ എസ്പെഷ്യലി എങ്ങനെ എൻറ്റിറ്റീസ് ലിങ്ക് ചെയ്യുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊഫൈലൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് വളരെ ഇന്ററോപ്പറബിൾ കൺസെപ്റ്റ് വഴിയാണ്. അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കൺസെപ്റ്റ്സും നമുക്ക് വളരെ ഈസിയായി ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൺസെപ്റ്റ്സ് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമ്മൾ ലിങ്ക് ഡാറ്റയുടെ സെഷനിലെ സിമാൻറ്റിക് വെബിലും ഒക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പം മാത്രം സാധനങ്ങളുടെ പ്രാക്ടിക്കൽ യൂസ് കേസിൽ പറഞ്ഞ യൂറോപ്യാനയാണ്. ഇനി യൂറോപ്യാനയ്ക്ക് EDM, യൂറോപ്യൻ ഡാറ്റ മോഡൽ എന്നൊരു ഡാറ്റ മോഡൽ തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാപ്പിംഗ്, എങ്ങനെയാണ് ഡിഫറെന്റ് മെറ്റാഡാറ്റ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്ന പിന്നെ റെപ്പോസിറ്ററീസ് നമ്മൾ പിന്നെ മാപ്പ് ചെയ്ത് എങ്ങനെ ഈ ഡാറ്റ മാച്ച് ചെയ്യുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ഒരു ഡാറ്റ മോഡലാണ്. ഇനി അടുത്തൊരു നല്ല യൂസ് കേസ് ജപ്പാൻ സെർച്ച് ആണ്. ജപ്പാൻ സെർച്ച് ചെയ്യുന്നത് ജപ്പാനിലെ ഡിജിറ്റൽ ആർക്കൈവ്സ് എന്നുള്ള മെറ്റാഡാറ്റ മാത്രം കളക്ട് ചെയ്തിട്ട് അതിനെ ക്യൂറേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം
ഈ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പിന്നെ റെവല്യൂഷൻ ആയിരുന്നു ഇത്തരം അറ്റംപ്റ്റ്സ്. ഉദാഹരണമായി ഒരു സ്പെസിഫിക് ഹിസ്റ്റോറിക് ഇവന്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പണ്ട് വളരെ വ്യത്യസ്തമായ കുറേ ഡിജിറ്റൽ ലൈബ്രറിയിലോ റെപ്പോസിറ്ററികളിലൊക്കെ പോയി ആ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നായിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ പോയിന്റിൽ ഈ പറയുന്ന കൺസെപ്റ്റ്സ് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ വളരെ പ്രിസൈസ്ഡ് ആയിട്ട് വളരെ മൈന്യൂട്ട് കൺസെപ്റ്റുകളെ പോലും ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ ജപ്പാൻ സെർച്ച് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഞാൻ IIIFന്റെ സെഷനിലേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് യൂസ് കേസ് കാണിച്ചു. അപ്പൊ ജപ്പാൻ സെർച്ചിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ കോറിൽ നിന്നും സ്കീമയിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു മേജർ അറ്റംപ്റ്റ് ആണ് ജപ്പാൻ സെർച്ച്. ജപ്പാൻ സെർച്ചിന്റെ സ്കീമ ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ schema.org കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ജപ്പാൻ സെർച്ച് മുഴുവൻ ഡാറ്റ മോഡലും അവരുടെ ആപ്ലിക്കേഷൻ പ്രൊഫൈലും schema.org കമ്പൈൽ ചെയ്യുന്നതാണ്. അപ്പം സ്കീമ എന്ന് പറയുന്നത് വെറും സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമ, ഒരു പിന്നെ വൊക്കാബുലറിന്ന് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിജിറ്റൽ ആർക്കൈവ് ക്യൂറേഷനിലേക്ക് വരെ വരുന്ന ഒരു വലിയ സ്പേസ് ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ജപ്പാൻ സെർച്ച് ഒരു സ്പെസിഫിക് RDF schema.org ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുവരെ വളരെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യനെ എടുത്താലും DPL എടുത്താലും ഒക്കെ ഡബിൾ കോറിലായിരുന്നു കുറെ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ സ്കീമയിലേക്ക് വന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, കുറച്ചുകൂടി സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി ആക്കുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനപ്പുറം തന്നെ സ്കീമ ഒരു മൾട്ടിപർപ്പസ് ഓണ്ടോളജി ആയതുകൊണ്ട് ഉള്ള മറ്റനവധി സൗകര്യങ്ങളുണ്ട്. ഇനി ഇൻഫർമേഷൻ മോഡലിംഗിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ലൈബ്രറി സയൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഇഫ്ലൈന്റെ ഫാർബർ മോഡലാണ് നോക്കിയത്. ഇപ്പം നമ്മൾ പിനാക്കിസ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഇൻഫർമേഷൻ മോഡൽ അല്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇൻഫർമേഷൻ മോഡൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. ഉദാഹരണമായി ഒരു പുസ്തകം, ഇപ്പൊ ഉദാഹരണമായി മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, പിന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ടുണ്ട്. പിന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ കുറിച്ച് എഴുതിയ ഒരു നിരൂപണമുണ്ട് എന്ന് വിചാരിച്ചുള്ളൂ, അങ്ങനെ അല്ലെങ്കിൽ ഒരു പഠനം. അപ്പം ഒരേ സബ്ജക്റ്റിനെ ആസ്പദമാക്കി വളരെ വ്യത്യസ്തമായ 3 ഐറ്റംസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട സമയത്ത്, ഓർഗനൈസ് ചെയ്യുന്നതിന്റെ സമയത്ത് ഈ ഇൻഫർമേഷൻ എങ്ങനെ മോഡൽ ചെയ്യും തുടങ്ങിയ വളരെ കോംപ്ലക്സ് പ്രോബ്ലംസ് ലൈബ്രറിനകത്ത് ഇപ്പോഴും ഉണ്ട്. അതിനാണ് ഫാർബർ എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ്ലൈൻ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ലൈബ്രറി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇഫ്ലൈന്റെ ഫാർബർ മോഡൽ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിന് വർക്ക്, എക്സ്പ്രഷൻ, മാനിഫെസ്റ്റേഷൻ ഐറ്റം, അങ്ങനെ ഒരു വളരെ കൃത്യമായിട്ട് തിരിക്കും. ഉദാഹരണമായി നമ്മളൊരു രാമായണം എടുത്താൽ അതൊരു വർക്കാണ്, അപ്പൊ അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് രാമായണം സീരിയൽ, അല്ലെങ്കിൽ രാമായണം പിന്നെ ടെലികാസ്റ്റ് ചെയ്ത സാധനം, അതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ദൂരദർശനിൽ കൂടെ വരുന്നത്, അതിന്റെ ഒരു കോപ്പി ഐറ്റം ആണെന്നുള്ളതാണ്. ഞാനൊരു വേറെ എക്സാമ്പിൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാലും. അപ്പൊ അങ്ങനെ നമുക്ക് റിസോഴ്സിനെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫങ്ഷണൽ റിക്വയർമെന്റ് ഫോർ ബിബ്ലിയോഗ്രാഫി റെക്കോർഡ്സ് എന്ന മോഡലിൽ കൂടെ വരുന്നത്. ഇതൊരു ഡാറ്റ മോഡൽ എക്സാമ്പിൾ ആണ്. ഒരു പ്രാക്ടിക്കൽ മോഡലിംഗ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ലൈബ്രറിയൻസ് സംബന്ധിച്ച് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ എൻ്റെ ഒരു രസമുള്ള എക്സാമ്പിൾ ആണ് ടെട്രിസ് എന്ന് പറയുന്ന ഒരു ഗെയിം എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ പുസ്തകത്തിന്റെ എക്സാമ്പിൾ വിട്ടിട്ട് ഒരു ഡിജിറ്റൽ ആർട്ടിഫാക്റ്റിലേക്ക് വരികയാണെങ്കിൽ, ടെട്രിസ് എന്ന് പറയുന്ന ഗെയിം ആദ്യമായിട്ട് 1984 അലക്സി പച്നോവ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു പസിൽ ഗെയിം ആയിരുന്നു. അപ്പം നമ്മളിതിനെ എങ്ങനെ ഫാർബർ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വർക്ക്, ഒറിജിനൽ വർക്ക് എന്ന് പറയുന്നത് ടെട്രിസ്, അത് 1984. അത് കഴിഞ്ഞ ഒരു എക്സ്പ്രഷൻ ആണ് 1986 IBM PC വെർഷൻ എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ വേറൊരു എക്സ്പ്രഷൻ ആണ് സ്പെക്ട്രം ഹോളോബൈറ്റ് 1988 ക്രിയേറ്റ് ചെയ്ത കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു വെർഷൻ. ഇനി
അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഗെയിം ബോയിന്റെ നിന്റെൻഡോ ഇപ്പോൾ റിലീസ് ചെയ്ത് ഗെയിം ബോയ്ക്കകത്ത് വരുന്ന ടെട്രിസ്. അപ്പം ഒരു വർക്കിന്റെ തന്നെ 3 ഡിഫറെന്റ് എക്സ്പ്രഷൻ ആണ്. ഇനി അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. നിന്റെൻഡോ തന്നെ അതിന്റെ ഒരു കളർ വെർഷൻ ഇറക്കിയപ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. അതൊരു വർക്കോ എക്സ്പ്രഷനോ അല്ല, ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്നുള്ളതാണ്. അപ്പൊ അത് ക്ലാസിഫൈ ചെയ്യേണ്ട സമയത്ത് ഇത്തരം മോഡലിംഗ് പ്രോബ്ലം വളരെ സിമ്പിളായി സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇഫ്ലൈന്റെയും ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി ആക്ച്വലി ഐറ്റം ആയിട്ട് നമ്മൾ നമ്മുടെ ലൈബ്രറിയിൽ ക്ലാസിഫൈ ചെയ്ത് കൺസിഡർ ചെയ്യുന്ന ഒരു സാധനം ടെട്രിക്സിന്റെ ഗെയിം ബോയിന്റെ കാർട്രിഡ്ജ് ആയിരിക്കും. അതാണ് ഐറ്റം. അപ്പം നമ്മൾ ഒന്നുകൂടെ സിമ്പിളായി നോക്കി കഴിഞ്ഞാൽ വർക്ക്, എക്സ്പ്രഷൻ, മാനിഫെസ്റ്റേഷൻ, ഐറ്റം, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വളരെ കോംപ്ലക്സ് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്നുള്ളതാണ് ഫാർബറിന്റെ അഡ്വാൻറ്റേജ്. ഇനി ഫാർബറിന്റെ ഒക്കെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഇതിന്റെ ലിങ്ക്ഡ് ഓപ്പൺ ഡാറ്റയിലേക്ക് കൊണ്ടുവരും, ലിങ്ക് ചലഞ്ച്. ഇനി ലൈബ്രറി സയൻസിൽ ആക്ച്വലി ലൈബ്രറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം എന്ന് പറയുന്നത് അതോറിറ്റീവ് റെക്കോർഡുകളും കൺട്രോൾ വൊക്കാബുലറിയാണ്. ബേസിക്കലി നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത്. അപ്പം വിയാഫ് ആണ് ഒരു നല്ല എക്സാമ്പിൾ. വിയാഫ് വിർച്വൽ ഇന്റർനാഷണൽ അതോറിറ്റി ഫയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇതൊരു ഫയലല്ല, പകരം ലൈബ്രറിയൻസ് അല്ലാത്തവർക്ക് വേണ്ടി എലാബറേറ്റ് ചെയ്യാണ്. ലോകത്തുള്ള മുഴുവൻ എഴുത്തുകാർ, പിന്നെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ, അവരുടെ പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ പല രീതിയിലായിരിക്കാം, പല സ്ഥലത്തുണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേര്, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു അതോറിറ്റി കൺട്രോൾ റെക്കോർഡായിട്ട് ഉണ്ടാക്കുന്ന ഒരു കളക്ഷനാണ് വിയാഫ് എന്ന് പറയുന്നത്. വിയാഫ് വിർച്വൽ ഇന്റർനാഷണൽ അതോറിറ്റി ഫയലാണ്. ഒരുവിധം ഉള്ള എല്ലാ എഴുത്തുകാരെയും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് വർക്കിൽ ഏർപ്പെട്ടവരുടെയൊക്കെ മുഴുവൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ പേരും കളക്ട് ചെയ്തിട്ട് വെക്കുന്ന ഒരു റെക്കോർഡായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഞാൻ വിയാഫ് ഒരു എക്സാമ്പിൾ ആയിട്ട് വീണ്ടും പറയാൻ കാര്യം, വിയാഫ് ഇപ്പൊ ഇതൊരു MD വാസുദേവൻ നായരുടെ വിയാഫ് റെക്കോർഡാണ്. അതിൽ പെർമാലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കബിൾ URI ആണ് വിയാഫ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. viaf.org/viaf/59908756 എന്ന് പറയുന്ന URI MD വാസുദേവൻ നായർക്കുള്ളതാണ്. അപ്പം ലൈബ്രറിയില് വിയാഫ് മാതിരിയുള്ള അതോറിറ്റി റെക്കോർഡ്സ് മുഴുവൻ ഇപ്പോൾ ലിങ്ക് ഡാറ്റയിലേക്ക് അല്ലെങ്കിൽ ലിങ്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് URIസിലേക്ക് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, വിയാഫ് മറ്റൊരുപാട് അതോറിറ്റി റെക്കോർഡ്സിനൊപ്പം തന്നെ വൈക്കി ഡാറ്റ കൂടി ഇപ്പൊ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് MD വാസുദേവൻ നായർ എവിടെയൊക്കെ ഏതൊക്കെ അതോറിറ്റി റെക്കോർഡിലുണ്ടോ അത് മുഴുവൻ വിയാഫ് വഴി നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നമ്മൾ ഇഫ്ല തന്നെ പിന്നെ LRM എന്ന് പറയുന്ന കുറച്ചുകൂടി ഹൈ ലെവൽ മോഡൽ LODക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ലൈബ്രറി റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. LRMനകത്ത് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ മുഴുവൻ ലിങ്ക് ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് LRM മോഡലിന്റെ ഉദ്ദേശം. LRMനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബിഫ്രെയിം എന്ന് പറയുന്ന പുതിയ ലിങ്ക്ഡ് ഓപ്പൺ ഡാറ്റ സ്പെസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കൺസിഡറേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ മാർക്ക് സ്റ്റാൻഡേർഡിലുള്ള മാർക്ക് 21 മുഴുവൻ റെക്കോർഡുകളും അല്ലെങ്കിൽ മുഴുവൻ സിസ്റ്റംസും ബിഫ്രെയിമിലേക്ക് മാറുക എന്നുള്ളതാണ് ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അറ്റംപ്റ്റ്സിൽ വരുന്നത്. അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആർക്കൈവ് ആയാലും റെപ്പോസിറ്ററി ആയാലും ഒരു കൺസെപ്റ്റ് ആയാലും ഒരു ഓഥർ ആയാലും 100% ലിങ്ക് ഡാറ്റ ആയിട്ട് നമുക്ക് ഈ മെറ്റാഡാറ്റ റിസോഴ്സ് കിട്ടും, അല്ലെങ്കിൽ മെറ്റാഡാറ്റ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പം ബിഫ്രെയിം ഒരുപാട് വർഷങ്ങളായി എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്ക് 21 മാതിരിയുള്ള ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റത്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം അത് വളരെ സ്പെസിഫിക് ആയി ഞാൻ എക്സാമ്പിൾ പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് സിസ്റ്റംസ് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് അത് ലിങ്കബിൾ ആക്കാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിലേക്ക് ശ്രമിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അപ്പൊ ലൈബ്രറി സയൻസ് 70-ലാണ് മാർക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്രോട്ടോകോളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എലാബറേറ്റ് ചെയ്തത്. ലൈബ്രറി സയൻസ് തന്നെ മൊത്തത്തിൽ എങ്ങനെ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഒരു ഫോർമാറ്റിനെയും 100% ബിഫ്രെയിമിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഫ്രെയിം വളരെ നല്ല ഫോർമാറ്റുകളിൽ ഒരെണ്ണമാണ്. സ്വാഭാവികമായിട്ടും
5-10 വർഷം കൊണ്ട് തന്നെ മാർക്ക് മുഴുവൻ യൂസ് പിന്നെ പൊതുവെയുള്ള ഒരു അഡാപ്റ്റേഷൻ ഇന്ന് യൂസ് ചെയ്യുന്നു തിരിച്ചു പോകാനുള്ള തിരിച്ചു പോവുകയും പകരം ലിങ്കബിൾ റെക്കോർഡ്സ് വരികയും ചെയ്യും. ഇനി ബിഫ്രെയിമിന്റെ ഒരു biframe.org പോയിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. മാർക്ക് അറിയാവുന്ന ലൈബ്രറീസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് കമ്പാരിസൺ ചെയ്യാം. മാർക്ക് ടു ബിഫ്രെയിം കൺവേർഷൻ തുടങ്ങിയ ഒത്തിരി ടൂൾസ് ഒക്കെ biframe.org-ലുണ്ട്. ബിഫ്രെയിം സ്പെസിഫിക്കേഷൻ ഉണ്ട്. ബിഫ്രെയിം 2 ആണ് ഇപ്പോഴത്തെ സ്പെസിഫിക്കേഷൻ. 100% ലിങ്ക് ഡാറ്റയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ബിഫ്രെയിമിന്റെ മോഡൽ. അപ്പൊ നമ്മൾ നേരത്തെ ഫാർബറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഉള്ള മാതിരി എല്ലാവരും കുറച്ചുകൂടി വർക്ക് ഇൻസ്റ്റന്റ് ഐറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് നിൽക്കുന്നത്. ഇനി എല്ലാ പീസസിനെയും ഡിഫറെന്റ് ആസ്പെക്റ്റിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് ഒരു വർക്ക് ഉണ്ട്, ആ വർക്ക് ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. വർക്കിന്റെ ക്രിയേറ്റർ ഏജന്റ് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് അതിന് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വർക്കിന് ഒരു ഇവന്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഉദാഹരണമായി നമ്മളിപ്പോ കോവിഡ് എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പിന്നെ പാൻഡമിക് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരാളൊരു പുസ്തകം എഴുതി, ദാറ്റ് ഹാസ് എ സബ്ജക്ട്, ദാറ്റ് ഹാസ് എൻ ഇവന്റ്. അപ്പൊ നമുക്ക് അതിനെ ലിങ്കബിൾ റിസോഴ്സസിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ എല്ലാവരും മോഡലൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്. ഇനി ഇൻസ്റ്റൻസിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റൻസിനെ വീണ്ടും നമുക്ക് പബ്ലിഷറിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഉദാഹരണമായി ആ പുസ്തകത്തിന് ഇന്ത്യയിലെ പബ്ലിഷർ, ഇന്ത്യയിലെ ഒരു കോപ്പി ഉണ്ടെന്ന് വിചാരിച്ചുള്ള ആ കോപ്പീന്റെ പബ്ലിഷർ ആരാണ് എന്നുള്ളത്. ഇനി ഐറ്റംസിനെ നമുക്ക് വീണ്ടും ലോക്കലി ലിങ്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണമായി ലൈബ്രറീസിനും ലൈബ്രറി സ്റ്റോക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ പിന്നെ കളക്ഷൻ എവിടെയാണോ ഉള്ളത് അവർക്ക് ഐഡന്റിഫയർ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ബാർകോഡ് തുടങ്ങി ഐഡന്റിഫയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ഐറ്റം ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മൊത്തത്തിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പർപ്പസ് ചെയ്യുന്നത്. അപ്പം ഈ ബാർകോഡ് ഉൾപ്പെടെ ലിങ്കബിൾ ആവുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ കാണുമ്പോൾ തന്നെ അത് എക്സാക്ട്ലി ഏത് ഓർഗനൈസേഷനിൽ എവിടെ ഇരിക്കുന്ന ഐറ്റം ആണെന്ന് ലൈബ്രറിയൻസിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഹയർ ലെവൽ മോഡലിംഗ് പ്രോബ്ലം തൊട്ട് ലോവർ ലെവൽ മാനേജ്മെന്റൽ ഇഷ്യൂ വരെ അഡ്രസ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇനി നമുക്ക് IIIF-ലേക്ക് പോകാം. IIIF-നെ കുറിച്ച് നേരത്തെ എപ്പോഴും ഞാൻ സൂചിപ്പിച്ചു, ഒരു പ്രസന്റേഷൻ ലെയറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഇമേജ് ഇന്റർഓപ്പറബിലിറ്റി ഫ്രെയിംവർക്കാണ്. 100% മെറ്റാഡാറ്റന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇമേജ് ഓപ്റ്റിമൈസേഷൻ ഫ്രെയിംവർക്കാണ്. ഈ IIIF-ന്റെ ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. വളരെ സിമ്പിളായി ഒന്ന് രണ്ടെണ്ണം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്ത് വരണം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹൈ റെസൊല്യൂഷൻ മാപ്പ് എങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മൾട്ടി ലെയർ ഓഫ് ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്. ഉദാഹരണമായി കേരളത്തിലെ പിന്നെ ഒരു കോവിഡ് ഇൻഫെക്ഷൻ റേറ്റ്, അതിന്റെ മാപ്പ്, അതിനകത്ത് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ലെയർ ആഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ ജിയോ സ്പേഷ്യൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമേജിന്റെ പുറത്ത് കൂടുതൽ ഡാറ്റ, മെറ്റാഡാറ്റ എങ്ങനെ എംബെഡ് ചെയ്യാൻ പറ്റും, അതൊരു യൂസ് കേസ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ റെസൊല്യൂഷൻ മാപ്പുകൾ സ്കാൻ ചെയ്താൽ എങ്ങനെ അത് ഷെയർ ചെയ്യാൻ പറ്റും, വളരെ സ്പെസിഫിക് കൺസെപ്റ്റുകൾ എങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ മറ്റു ചില പിന്നെ ചലഞ്ചസ്. ഇനി സ്കാൻഡ് മെറ്റീരിയൽസ് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ലൈബ്രറി ആണ്, ഇപ്പോൾ ഡിജിറ്റൽ റെപ്പോസിറ്ററി. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്കാൻഡ് മെറ്റീരിയൽസ് ഒക്കെ എപ്പോഴും അത് അക്സസിബിൾ ടെക്സ്റ്റ് ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അക്സസിബിൾ മെറ്റാഡാറ്റ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഇത്തരം മെറ്റീരിയൽസ് ക്യൂറേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റുകളായി ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം 100% ലിങ്കബിൾ ആയിട്ടുള്ള ഡാറ്റയെ എങ്ങനെ പ്രസന്റ് ചെയ്യാം, എസ്പെഷ്യലി ഇമേജസ് വരുന്ന സമയത്ത് എന്നുള്ള ഒരു ചലഞ്ചിന്റെ ഒരു ആൻസർ കൂടിയാണ് IIIF. IIIF പേരിൽ ഇമേജ് മാത്രമേ ഉള്ളെങ്കിൽ ആക്ച്വലി വീഡിയോ കൂടി സപ്പോർട്ട് ചെയ്യും. IIIF-ന്റെ പുതിയ API-ക്ക് വീഡിയോ സപ്പോർട്ട് കൂടി ഉള്ളതാണ്. അപ്പം അതിനൊരു പിന്നെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള യൂസ് കേസ് വരുന്ന ഒരു സാധനമാണ് ഇമേജസ്, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം അതിലെങ്ങനെ ഈ മെറ്റാഡാറ്റ വരുന്നു, ലിങ്ക് ഡാറ്റ വരുന്നു എന്നുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. IIIF-ന്റെ കൂടെ തന്നെ വളരെ കാര്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു പിന്നെ മോഡലാണ് വെബ് അനോട്ടേഷൻ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. W3C സ്പെസിഫിക്കേഷൻ ആണ്, വെബ് അനോട്ടേഷൻ റെക്കമെൻഡേഷൻ ആണ് വെബ് അനോട്ടേഷൻ ഡാറ്റ മോഡൽ. വെബ് അനോട്ടേഷൻ ഡാറ്റ മോഡൽ ഒരു വെബിന്റെ ഒരു പീസിനെ
ഒരു അനോട്ടേഷൻ വഴി വേറൊരു ടാർഗറ്റുമായിട്ട് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു മീനിങ് ഫുള്ളി സിമാൻറ്റിക്കലി. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്ങനെയാണ് മീനിങ് ഫുള്ളി സിമാൻറ്റിക്കലി ആവുന്നത്, നമ്മൾ സിമാൻറ്റിക് വെബിലൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പം സിമാൻറ്റിക്കലി എങ്ങനെ പീസുകൾ അനോട്ടേറ്റ് ചെയ്യാം എന്നുള്ള ഒരു അറ്റംപ്റ്റ് കൂടിയാണ് ഈ വെബ് നോട്ടേഷൻ ഡാറ്റാ മോഡൽ എന്ന് പറയുന്നത്. വെബ് നോട്ടേഷൻ ഡാറ്റാ മോഡലും ഏറ്റവും വലിയ യൂസ് കേസസ് ആണ് ഡിജിറ്റൽ ജേണലുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ സൈറ്റേഷൻസ് എങ്ങനെ അനോട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ URIയും ഓതർ നെയിം അങ്ങനെ എന്തെങ്കിലും ചെറിയ ലിങ്കോ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ യൂസർ പോയിട്ട് ആ ആർട്ടിക്കിൾ വായിച്ചു നോക്കണം എവിടെയാണ് എന്താണ് ഇയാൾ റിലവൻ്റ് ആയിട്ട് സൈറ്റ് ചെയ്യുന്നത്. അനോട്ടേഷൻ മോഡൽ ചെയ്യുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. എക്സാക്ട്ലി ഈ പാരഗ്രാഫിൽ ഞാൻ സൈറ്റ് ചെയ്ത പീസ് ഏതാണ് എന്ന് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പം യൂസറെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും ഈ പീസ് എവിടെ നിന്നാണ് ഈ കൃത്യമായ പീസ് വരുന്നത്. ഇനി സിസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിങ്ക് ഡാറ്റ പ്രോസസ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി ആർട്ടിക്കിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സെക്ഷൻ ഏത് സെക്ഷനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇത് രണ്ട് ഏത് കൺസെപ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഒരുപാട് സിമാൻറ്റിക് അവെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടി നടത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു യൂസ് കേസ്. അങ്ങനെ ഒരുപാട് നമ്മൾ എൻഡ് യൂസർ അറിയാത്ത ഒരുപാട് യൂസ് കേസസ് ഉള്ളൊരു മോഡലാണ് വെബ് നോട്ടേഷൻ ഡാറ്റാ മോഡൽ. ഒരു എക്സാമ്പിൾ ജപ്പാൻ സെർച്ച് ആണ്. ജപ്പാൻ സെർച്ചിൽ ഉദാഹരണമായി IIIF അഡോപ്റ്റ് ചെയ്തിട്ടാണ് ജപ്പാൻ സെർച്ച് ഇമേജ് ഒക്കെ കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇതൊരു സ്കാൻഡ് ഇമേജ് ആണെങ്കിൽ IIIF പെർമിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ് ആണ്. പക്ഷെ ഇതിനകത്തുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ ഓവർലേ ആയിട്ട് എംബഡ് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് റീജിയൻ അനോട്ടേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ ഹൈ റെസൊല്യൂഷൻ ടൈൽഡ് സ്കാൻഡ് റെപ്പോസിറ്ററീസ് IIIF വഴി പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ IIIF ശരിക്കും JSON LD ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. JSON LD കുറിച്ച് നമ്മൾ സെക്കൻഡ് സെഷനിലോ തേർഡ് സെഷനിലായിട്ട് സംസാരിച്ചത്. അപ്പം JSON ലിങ്ക് ഡാറ്റ ആയിട്ടാണ് IIIFന്റെ മാനിഫെസ്റ്റ് ഉള്ളത്. അപ്പം അത് കൺസ്യൂം ചെയ്യുന്ന ഏത് വ്യൂവറിനും അത് കൺസ്യൂം ചെയ്തിട്ട് കാണിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് സൈറ്റിലുള്ള എംബഡ് ചെയ്തിട്ടുള്ള ഇതേ ഇൻഫർമേഷൻ ഒരു ആപ്ലിക്കേഷനിലേക്കോ വേറൊരു ടൂളിലേക്കോ വേറൊരു സൈറ്റിലേക്കോ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേറെ ഒരുപാട് വലിയ ടെക്നോളജി ഒന്നും വേണ്ട. ഈ മാനിഫെസ്റ്റ് കൺസ്യൂം ചെയ്താൽ മതി എന്നുള്ളതാണ് IIIFന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി ഇത് ലൈഫ് സയൻസിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ ആണ്. ലൈഫ് സയൻസിൽ ഒരു മൗസ് ബ്രെയിൻ എങ്ങനെ IIIFൽ അനോട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൗസ് ബ്രെയിൻ ഒരു സ്കാൻ ഒരു ടിഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ലെയർ ഉണ്ടാവും. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ലെയറുകൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ നമുക്ക് സ്പെസിഫിക് റീജിയൻ അനോട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു ടെക്സ്റ്റ് ആണ് അനോട്ടേറ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ മെറ്റാഡാറ്റ അനോട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്വാഭാവികമായി ഒരു ഡിഫറെന്റ് ഒരു യൂസ് കേസിൽ നിന്ന് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഡിഫറെന്റ് ഇമേജസിൽ എങ്ങനെ നമ്മൾ സിമാൻറ്റിക്കലി മാപ്പ് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു തുടങ്ങിയ സാധനം. അപ്പം നമ്മൾ വൈക്കിഡാറ്റയിലേക്ക് ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ എങ്ങനെ ഇൻഫർമേഷൻ ലിങ്ക് ചെയ്യുന്നു എന്നല്ല, അല്ലെങ്കിൽ ടെക്സ്ച്വൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ സെറ്റുകളെ ലിങ്ക് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്നും കുറച്ചുകൂടി കോംപ്ലക്സ് ഡിമാൻഡ്സ് ആണ് എങ്ങനെ ഇത്തരം കണ്ടന്റുകളെ ലിങ്ക് ചെയ്യാന്നുള്ളത്. IIIFന്റെയും ഈ ഇത്തരം ഇമേജുകളിലെ വേറൊരു യൂസ് കേസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ജേർണലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാക്ട്ലി ഇമേജുകളൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ടും വളരെ മീനിങ് ഫുള്ളി സിമാൻറ്റിക്കലി ഒക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ ഒത്തിരി ജേർണലുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇമേജുകളൊക്കെ IIIF അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള അനോട്ടേറ്റഡ് മോഡലുകളിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി അവസാനത്തെ സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വെബ് ഡീസെൻട്രലൈസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ആണ്. ഇപ്പോഴത്തെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് വെബ് ഭയങ്കരമായിട്ട് സെൻട്രലൈസ്ഡ് ആണ്. 1, 2, 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതാണ് വെബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ടിം ബെർണേഴ്സ്-ലീ സോളിഡ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോളിഡ് ശരിക്കും വേണമെങ്കിൽ നമുക്ക് വെബിന്റെ ഒരു തേർഡ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യമായിട്ട് വെബ് വരുന്നു, പിന്നെ സിമാൻറ്റിക് വെബിലേക്ക് പോകുന്നു, ഇപ്പം സോളിഡിലേക്ക് പോകുന്നു. സോളിഡ് പ്രധാനമായും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രോട്ടോകോൾസിന്റെ പുറത്ത് പുതിയ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക, ഡാറ്റ 100% ഇന്റർഓപ്പറബിളും പ്രൈവസി ഓറിയന്റഡും ആക്കുക എന്നുള്ളതാണ്.
അപ്പം വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രൊഫൈൽ ഉണ്ട്, അത് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് ലിങ്ക്ഡിനിലാണെന്ന് വിചാരിച്ചോളൂ. ആ ഡാറ്റ ഹോൾഡ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം ആ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് റിമൂവ് ചെയ്യണേ നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യണം. ദസ്റ്റ് അഗെയിൻ ലിങ്ക്ഡിന്റെ പോളിസിയാണ് അത് റിമൂവ് ചെയ്യുക, അവരുടെ ഡാറ്റ സെറ്റിൽ ഉണ്ടാവുമോ തുടങ്ങിയ സാധനങ്ങൾ. ഇതേ സാധനത്തിൽ കുറച്ച് നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അപ്പോൾ ഈ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതൊക്കെ മുഴുവൻ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമുകളിലാണ് ഇപ്പം സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡാറ്റയ്ക്ക് ഒരു ഓണർഷിപ്പ് നമുക്കിപ്പോഴില്ല. ആ പ്ലാറ്റ്ഫോം പ്രൊവൈഡറാണ് ആ ഡാറ്റ ഓൺ ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. ഇത്തരം ഒരുപാട് ഫണ്ടമെന്റൽ പ്രശ്നം വെബിനകത്തുണ്ട്. അത് സോൾവ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് പ്രധാനമായിട്ട് സോളിഡ് ചെയ്യുന്നത്. സോളിഡ് ചെയ്യുന്നത് സോളിഡ് പോഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഓരോ ഇൻഡിവിജ്വലിനും സ്വന്തമായ ലെവൽ ഓഫ് ഡാറ്റ, അതിന്റെ പിന്നെ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി, ആർക്ക് ഷെയർ ചെയ്യാം, ആർക്ക് ആക്സസ് ചെയ്യാൻ തുടങ്ങിയ സാധനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. അത് തീരുമാനിച്ചതനുസരിച്ചിട്ടുള്ള കൺസ്യൂമേഴ്സ് ആ ഡാറ്റ കൺസ്യൂം ചെയ്യുന്നു. അപ്പം അത് ഇപ്പൊ ലിങ്ക്ഡിന്റെ പ്രൊഫൈല് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഡാറ്റ ഹോൾഡ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണൽ സോളിഡ് പോഡിൽ നിന്നായിരിക്കും ആ ഡാറ്റ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴാണോ ആ പോഡിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നു, ആ ഡാറ്റ ഷെയർ ചെയ്യാതാവുന്നത്, ആ സമയം തൊട്ട് ലിങ്ക്ഡിന് ആ ഡാറ്റ കിട്ടില്ല, ഫേസ്ബുക്കിനും ആ ഡാറ്റ കിട്ടില്ല. നിങ്ങളുടെ ഫോട്ടോ ലൈബ്രറി, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ലൈബ്രറി അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ, ആ ന്യൂസ് ഫീഡ് ഫേസ്ബുക്കിന് പിന്നെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഇത്തരം സിമ്പിൾ കാര്യങ്ങൾ മുതൽ വളരെ കോംപ്ലക്സ് ആയ ഒരുപാട് പ്രോബ്ലംസ് ആണ് സോളിഡ് സോൾവ് ചെയ്യുന്നത്. സോളിഡിന്റെ പ്രൊഡക്ഷൻ ലെവൽ സെർവർ ഈ വർഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്നു. BBC ഒക്കെ സോളിഡിലേക്ക് മാറിയിട്ടുണ്ട്, സോളിഡിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഓരോരുത്തരും അവരവരുടെ ഡാറ്റ പോഡുകൾ ഹോസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് കുറെ പേർക്ക് വെച്ചൊക്കെ ഇതെങ്ങനെ നടക്കാന്ന്. ഓരോരുത്തർക്കും സ്വന്തമായി ഇമെയിൽ അക്കൗണ്ട് തന്നെ വളരെ സംശയത്തോടെ ആൾക്കാർ നോക്കിക്കണ്ടിരുന്ന ഒരു 10-15 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ ഇൻഡിവിജ്വലി മൾട്ടിപ്പിൾ ഇമെയിൽ അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങി ക്ലൗഡ്, അങ്ങനെ ഒരുപാട് സാധനത്തിലേക്ക് വരുന്നത്. അപ്പൊ അത് ഒരു വലിയ ടെക്നിക്കൽ ചാലഞ്ച് ഒന്നും അല്ല, പക്ഷെ അതിന്റെ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യുന്ന മോഡലുകളോ ബിൽഡപ്പ് ചെയ്യാന്നുള്ള ഒരുപാട് ഫിലോസഫിക്കലും അല്ലാത്തത് സ്റ്റുവാർഡ്ഷിപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പ്രോസസ്സ് സോളിഡിന്റെ ബാക്കിൽ നടക്കേണ്ടതുണ്ട്. എന്നാൽ പോലും സോളിഡ് വളരെ സോളിഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. 100% ഡാറ്റ ഓണർഷിപ്പും പ്രൈവസിയും അഷ്യൂർ ചെയ്യുന്നു എന്നുള്ളതാണ് സോളിഡിന്റെ ഡിസൈൻ പ്രിൻസിപ്പിളും. സോളിഡ് പ്രോജക്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സോളിഡിനെ കുറിച്ച് വായിക്കാം. അപ്പൊ നെക്സ്റ്റ് വെബ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. നെക്സ്റ്റ് വെബ് സോളിഡിനെ ബേസ് ചെയ്ത സോളിഡ് തന്നെ ആയിരിക്കും. കാര്യം ഡീസെൻട്രലൈസ്ഡ് ആണ് ഇനിയുള്ള പോളിസി. ഡാറ്റ എങ്ങനെ ഇൻഡിവിജ്വൽസിന് സ്വന്തമായി ഓൺ ചെയ്യാൻ പറ്റുന്നു, അതിന്റെ റൈറ്റ്സ് എങ്ങനെ ഇൻഡിവിജ്വൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു തുടങ്ങിയ വലിയ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയ ഒരു സാധനം ഡാറ്റ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളാണ്. ഡാറ്റ ശരിക്കും ഡാറ്റ സെറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ്. ഡാറ്റ എക്സ്പെരിമെന്റൽ പ്രോട്ടോകോൾ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വെർഷനോട് കൂടി തന്നെ ക്രോമിയം ബ്രൗസർ ഒഫീഷ്യലി ഡാറ്റ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ഡാറ്റ ക്ലയന്റുകൾ ഒരുപാടുണ്ട്. അത് ഡാറ്റ ക്ലയന്റുകൾ ഡാറ്റ പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും മെയിൻ സ്ട്രീം ബ്രൗസർ ഡാറ്റ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് വളരെ നല്ല കാര്യം. ഡാറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് HTTP ഒന്നും ഇല്ലാത്ത മറ്റൊരുപാട് ഡാറ്റ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡാറ്റിനുണ്ട്. ഉദാഹരണമായി നമ്മളൊരു ഡാറ്റ സെറ്റ് റിലീസ് ചെയ്യുന്നു, ആ ഡാറ്റ സെറ്റിന് മൾട്ടിപ്പിൾ വെർഷൻസ് ഒരേ ഐഡന്റിഫയറിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ആ വെർഷൻ ചേഞ്ച്, അതുപോലെ ഹ്യൂജ് ഡാറ്റ സെറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഫിഷ്യന്റ് ആയി ചെയ്യാൻ പറ്റും, ഡാറ്റ സെറ്റിന്റെ പിന്നെ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി തുടങ്ങിയ ഒരുപാട് എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആണ് ഡാറ്റ പ്രോട്ടോകോൾ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്. അതും ഡീസെൻട്രലൈസ്ഡ് വെബിന്റെ തന്നെ ഒരു വലിയ എക്സാമ്പിൾ ആണ്. ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള സാധനങ്ങൾ ഡാറ്റയിൽ സംഭവിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോട്ടോകോളാണ്. വളരെ വരുന്ന വർഷങ്ങൾ ഒരുപാട് ഡാറ്റ പബ്ലിഷേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രോട്ടോകോൾ കൂടിയാണ് ഡാറ്റ ഫൗണ്ടേഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി IPFS എന്ന് പറയുന്ന ഇന്റർ പ്ലാനറ്ററി
ഫയൽ സിസ്റ്റം എന്നാണ് IPFS. IPFS ഫയൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു പിയർ ടു പിയർ സിസ്റ്റം ആണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഫയൽ ഡ്രോപ്പ് ബോക്സിൽ ഇട്ടു. ഡ്രോപ്പ് ബോക്സ് ആ URL റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷെയർ ചെയ്ത ആ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ പുതിയ URL കൊടുക്കുക, പുതിയ ഫയൽ ഷെയർ ചെയ്യുകയാണ്. അപ്പൊ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ എക്സിസ്റ്റിംഗ് വെബിലുണ്ട്. ഉദാഹരണമായി ഒരു കണ്ടന്റ് നമ്മൾ ഡെലിവറി ഇടുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ കണ്ടന്റ് പ്രൊവൈഡർ റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അതിന് എത്തിന്നു പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു ജേണൽ പബ്ലിഷ് ചെയ്തു. അതിപ്പോ കുറെ കാലം കഴിഞ്ഞ പബ്ലിഷർ ആ ഫയല് അല്ലെങ്കിൽ ജേണൽ നിർത്തിപ്പോയേ നമുക്ക് എങ്ങനെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡാറ്റാ സെറ്റുകൾ അതിന്റെ ലോഞ്ച് പറ്റി. അപ്പോൾ ഫയലിന്റെ ലോഞ്ച് പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചായി മാറിക്കൊണ്ടിരുന്ന സമയത്താണ് IPFS മുതലുള്ള ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോൾസ് വരുന്നത്. IPFS വഴി വളരെ ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫയൽസ് ഹോൾഡ് ചെയ്യാൻ പറ്റും, ഫയലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഡൊമൈൻ സിസ്റ്റം ഇല്ലാതെ എങ്ങനെ ഫയൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് വെബിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് IPFS. IPFSും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഒരുപാട് പോസിബിലിറ്റീസും ഉണ്ട്. ഭാവിയിൽ ഒരുപാട് അഡാപ്റ്റേഷൻ IPFSആയി ബന്ധപ്പെട്ടുണ്ടാവും. ഇനി ഒരു സയൻസിലെ ഒരു ആർട്ടിക്കിളാണ്, ഈ വർഷം കഴിഞ്ഞ മാസം വന്നൊരു ആർട്ടിക്കിളാണ്. ഡസൻസ് ഓഫ് സയന്റിഫിക് ജേർണൽസ് ഹാവ് വാനിഷ്ഡ് ഫ്രം ഇന്റർനെറ്റ് എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോഴും ആരുടെങ്കിലും ഒക്കെ ആ ഫയലൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനൊന്നും മാർഗമല്ല. അതുമായി ബന്ധപ്പെട്ട മെറ്റാഡാറ്റ ഒന്നും ലഭ്യമല്ല. അപ്പോൾ ഫയലൊക്കെ paper.pdf എന്ന് പറയുന്നൊരു ഫയലാണെങ്കിൽ അത് ഇന്ന സ്പെസിഫിക് ഫയലാണെന്ന് നമുക്ക് ഗസ് ചെയ്യാനൊന്നും മാർഗമല്ല. അപ്പം ഡിജിറ്റലിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഇത്തരം ഒരുപാട് ചലഞ്ചുകളോടുണ്ട്. ഉദാഹരണമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യമാണ്, ഈ ബ്രിട്ടനിലെ ഒരു കോവിഡ് ഡാറ്റസ് കീപ്പ് ചെയ്യുന്ന എക്സൽ ഷീറ്റിൽ ഒരു 16,000 എൻട്രികൾ നഷ്ടമാവുന്നല്ല. അപ്പൊ ഡിജിറ്റലി നമ്മൾ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യും, ഡിജിറ്റലി നോളജ് ക്യൂറേറ്റ് ചെയ്യുകയും പ്രിസർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എങ്ങനെ ഇത് നഷ്ടമല്ലാതെ കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് ടെക്നോളജിയേക്കാൾ അധികം മാനേജ്മെന്റൽ പോളിസീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ഐഡന്റിഫയേഴ്സ് അല്ലെങ്കിൽ ഫയലുകൾ പേഴ്സസിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ജേർണലുകളെ നഷ്ടപ്പെട്ട ജേർണലുകളൊക്കെ തിരിച്ച് ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു നമുക്ക് വേണം വിചാരിക്കാൻ പറ്റും. അപ്പം അത്തരം ചാലഞ്ചസ് ആണ് ഡീസെൻട്രലൈസ്ഡ് വെബ് എന്ന് പറയുന്ന പോളിസി വെച്ചിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കുന്നത്. കുറച്ചുകൂടി സെക്യൂർ, കുറച്ചുകൂടി റിലയബിൾ, കുറച്ചുകൂടി സ്റ്റേബിൾ, വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, ഡാറ്റ വെരിഫൈ ചെയ്യാൻ പറ്റണം, വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം, ക്ലെയിമുകൾ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം, ഫേക്ക് പ്രൊപ്പഗണ്ടാസ്, ഫാൾസ് ന്യൂസ് അല്ലെങ്കിൽ ഇറലവന്റ് ഇൻഫർമേഷൻസ് തുടങ്ങിയ സാധനങ്ങളെ എങ്ങനെ വെബിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ ഒരുപാട് ചാലഞ്ചസ് ആണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്. ഇനി ലിങ്ക്ഡ് ഓപ്പൺ ഡാറ്റേന്റെ അഡോപ്ഷൻ കേസ് ഒരുപാട് അഡോപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഒരു നല്ല എക്സാമ്പിൾ ആണ് ജപ്പാൻ ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ. അവരുടെ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക് ഡാറ്റയെ ലിങ്ക്ഡ് ഓപ്പൺ ഡാറ്റ ആയിട്ട് 5 സ്റ്റാർ ഓപ്പൺ ഡാറ്റ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും ഓപ്പൺ ഡാറ്റ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് യൂസ് കേസാണ്. എന്ന് മാത്രമല്ല, ഈ മുഴുവൻ ഡാറ്റ സെറ്റ് സ്പാർക്കിൾ എൻഡ് പോയിന്റ് വഴി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പാർക്കിൾ എൻഡ് പോയിന്റ് ഉണ്ട്. അപ്പം സ്പാർക്കിൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പീസ് മനസ്സിലാവും. നമുക്ക് ജപ്പാനിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും വൈക്കി ഡാറ്റയിൽ നിന്നുള്ള ഡാറ്റയും കോറിലേറ്റ് ചെയ്തിട്ടുള്ള ക്വയറീസ്, അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ പരിപാടികൾ ചെയ്യാൻ പറ്റും. 100% ഓപ്പൺ ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് മറ്റ് ഫോർമാറ്റുകളും മറ്റ് ചലഞ്ചുകളും ഇല്ല. മെറ്റാഡാറ്റ, ലിങ്ക് ഡാറ്റ എപ്പോഴും മെറ്റാഡാറ്റന്റെ പുറത്താണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സംബന്ധിച്ച് മെറ്റാഡാറ്റ ലോസ് ഇല്ല, ഹൈലി ഇന്ററോപ്പറബിൾ ആണ്. അപ്പം ഈ സ്പാർക്കിൾ എൻഡ് പോയിന്റ് ഉൾപ്പെടെയാണ് വലിയ ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക് ഡാറ്റ ഒരു കൺട്രി മൊത്തത്തിൽ തരുന്നത്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഒരുപാട് സ്കാൻഡിനേവിയൻ കൺട്രീസിന് അവരുടേതായ സ്പെസിഫിക് ലിങ്ക് ഡാറ്റ പോർട്ടലുണ്ട്. ഉദാഹരണത്തിന് ജിയോ സ്പേഷ്യൽ ഇൻഫർമേഷൻ, എക്കണോമിക്കൽ ഇൻഫർമേഷൻ, സെൻസസ് ഇൻഫർമേഷൻ വരെ ലിങ്ക് ഡാറ്റ ആയിട്ടാണ്
പല കൺട്രികളും ലഭ്യമാക്കുന്നത്. അപ്പം ഇതൊന്നും ഒരു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഓൾറെഡി വളരെ സ്പെസിഫിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇതിൽ നിന്ന് എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജപ്പാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ മാത്രമാണ്. യൂറോപ്യൻ യൂണിയനിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾക്ക് ഓൾറെഡി ലിങ്ക് ഡാറ്റ പോർട്ടലുകളുണ്ട്, അല്ലെങ്കിൽ സ്പാർക്കിൾ എൻ പോയിന്റ് ഉണ്ട്, അതല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എൻ പോയിന്റ് ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ എന്ന് പറയുന്ന സാധനം 100% റോ ആയിട്ട് ലഭ്യമാണെന്നുള്ളതാണ് ഇത്തരം പോർട്ടലുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റത് നമ്മൾ എപ്പോഴും അവർ തരുന്ന ഒരു വ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അവർ തരുന്ന ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ എക്സൽ ഫയലൊക്കെ ആയിരിക്കും. അപ്പോൾ സ്പാർക്കിൾ ആവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും നമുക്ക് കോറിലേറ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ ഡാറ്റ സെറ്റുകൾ മെർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോംപ്ലക്സ് ഇൻഫർമേഷൻ പ്രോബ്ലമാണ് ഇത്തരം അറ്റംപ്റ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡാറ്റാ സയന്റിസ്റ്റുകൾ എങ്ങനെ സ്പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ചോദ്യം ഒരാൾ ഈ സെഷൻ തീർന്ന സമയത്ത് ചോദിച്ചിരുന്നു. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് മറുപടി നേരിട്ട് കൊടുത്തിട്ട്, പക്ഷെ ഈ സ്ലൈഡിൽ കാണിക്കാമായിരുന്നു എനിക്ക് തോന്നിയത്. ഞാനതിപ്പോൾ ആഡ് ചെയ്യുന്നു. അപ്പാച്ചെ സെപ്ലിൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ഒരു നോട്ട്ബുക്ക് സിസ്റ്റമാണ്. ഡാറ്റാ സയൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉപയോഗിക്കുകയും ജൂപ്പിറ്റർ നോട്ട്ബുക്കിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആണ് സെപ്ലിൻ. അതിന്റെ ഒരുപാട് യൂസ് കേസസ് സെപ്ലിനുണ്ട്. സെപ്ലിൻ സ്പാർക്കിൾ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നോട്ട്ബുക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലോക്കൽ ഡാറ്റാ സെറ്റും വൈക്കി ഡാറ്റ തുടങ്ങിയിട്ടുള്ള സ്പാർക്കിൾ എൻ പോയിന്റോ അല്ലെങ്കിൽ റോക്കറ്റ് സ്പാർക്കിൾ എൻ പോയിന്റ് എന്നൊക്കെ നമുക്ക് ക്വയറീസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെപ്ലിന്റെ അഡ്വാൻറ്റേജ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഡാറ്റ ഇപ്പൊ സ്റ്റോർ ചെയ്യുന്ന RDF-ലാണ് ലോക്കലിലേക്ക്. ഇപ്പൊ റിസർച്ച് ഡാറ്റ ആയാലും മറ്റ് കാൽക്കുലേഷൻ ഡാറ്റ ആയാലും. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും ഇതിനകത്ത് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ RDF-ൽ നിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ അപ്പൊ നമ്മളൊരു സ്പെസിഫിക് സ്പാർക്കിൾ ക്വയറി വഴി നമുക്ക് വേണ്ട റോസ് ആൻഡ് കോളംസ് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഒരു ടാബുലർ ഡാറ്റ എങ്ങനെ ഫെച്ച് ചെയ്ത് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻ നടത്താൻ പറ്റും. തിരിച്ചു ഡാറ്റ RDF-ലേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പം അത്തരം ഇന്ററാക്റ്റീവ് ഡാറ്റ ഓറിയന്റഡ് ഡാറ്റ സയൻസ് അപ്രോച്ചിൽ ഈ RDF ഡാറ്റ സെറ്റുകളായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളുകൾ ഒരെണ്ണം സെപ്ലിനാണ്. അങ്ങനെ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു മിക്സഡ് ഐഡിയാസ്, അതായത് കഴിഞ്ഞ 7 സെഷനുകളിൽ അവിടെ എവിടെയും വിട്ടുപോയ കാര്യങ്ങൾ, പിന്നെ 1-2 പ്രത്യേക ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അതുകൂടി ജനറലി ഉൾക്കൊള്ളിക്കുക, പിന്നെ ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യുക. 2, ഈ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ആസ്പെക്ട്സ്, എങ്ങനെയൊക്കെയാണ് ഈ ഭാവിയിലെ വെബ് അല്ലെങ്കിൽ നോളജ് സിസ്റ്റംസ് ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു വ്യൂ തരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സീരീസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഈ 7 സീരീസിലും 8 or 9 സെഷനുകളിലും പങ്കെടുത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി, വളരെ സന്തോഷം.